എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തിരുന്നത്. ഞാനുണ്ടാക്കി ഞാനാരും നശിപ്പിച്ചിട്ട് പോകുള്ളൂ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നമ്മൾ പൊങ്ങി തെറിച്ചു പോയി. നമ്മൾ 3-4 പേര് ഒത്ത് ഇങ്ങനെ നിന്ന വീട് കത്തി വരുമ്പോൾ നാസറുദ്ദീൻ എന്താണ് ചെയ്തത്? സംഭവകുലമായ ഒരു നാടിനെ ഞെട്ടിച്ച ഒരു വാർത്തയിലേക്ക്. ദുരന്തം കഴിഞ്ഞിട്ട് മണിക്കൂറുകളാകുന്നേയുള്ളൂ. എന്താണ് ദുരന്തമെന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്താണ് സംഭവിച്ചത്? പുള്ളി ഇവിടെ വിറവൊക്കെ വാരിയിട്ട് അകത്ത് വാരിയിട്ടിട്ട് പുറത്തുനിന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത് വീട്. പിന്നെ ബൈക്ക് വീട്ടിനകത്ത് കയറ്റി വെച്ചാണ് കത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് ഈ റബ്ബറിൽ പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവിടെ പരിസരത്ത് വലുതായിട്ട് ആളുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ജോലിക്കൊക്കെ പോയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ 2 സ്ത്രീകൾ മാത്രമേ ഉള്ളായിരുന്നു. അവർ കണ്ടുകൊണ്ട് ഇവിടെ കിടന്ന് വിളിച്ച് അയൽവക്കാരൊക്കെ വന്നപ്പോൾ ഇവിടെ ഏറെക്കുറെ തീ കത്തിക്കഴിഞ്ഞു. ഫയർഫോഴ്സൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ആയി മൊത്തം. അയൽവാസിയാണല്ലേ? അയൽവാസി ചെയ്യാൻ ഒരു ചെറിയ പ്രശ്നം, ഫാമിലി പുള്ളി മദ്യപാനം ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പ്രഭു എന്താണെന്ന് അറിയില്ല. ഭാര്യയായിട്ട് ഒരാഴ്ച കൊണ്ട് തീപ്പണക്കത്തിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് കുടുംബത്തിൽ ആരുമില്ല. ചുറ്റുവട്ടത്തെല്ലാം ബന്ധുക്കളാണോ? ഓ, ബന്ധുക്കളാണ്. ബൈക്ക് അകത്ത് കയറ്റി വെച്ചാൽ കത്തിച്ചാണ്. ഗ്യാസും തുറന്നു വിട്ട് അകത്ത് വെച്ചിരുന്നു. പൊട്ടാൻ വേണ്ടി തന്നെയാണ്, എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിമിഷങ്ങൾക്കകം പുള്ളി പോയി തൂങ്ങി മരിക്കുന്നതാണ്. ഇത്രയും ഒരു സംഭവം വരുമ്പോൾ അയൽക്കാരെന്തായാലും അറിയല്ലോ. അതിൻ്റെ ഒരു സൗണ്ടും തീയുടെ ബഹളവും ഒക്കെ കാരണം അതിനുള്ള സമയം കിട്ടുമോ? സമയം ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഈ പരിസരത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു. സമയത്ത് ആരും ഇല്ലായിരുന്നു. 2 പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാക്ക് സൈഡിലാണ് പോയി തൂങ്ങിയത്. അപ്പോൾ ഇങ്ങോട്ട് തീ കാരണം ആർക്കും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ആരും പെട്ടെന്ന് കാണാൻ പറ്റാത്ത പുള്ളി ഇങ്ങനെ ചെയ്തത്. അപ്പോൾ തീയൊക്കെ അണയ്ക്കാനായിട്ട് വന്നപ്പോഴാണ് അപ്പുറം നോക്കിയപ്പോഴാണ് കണ്ടവിടെ ആത്മഹത്യ ചെയ്ത് അങ്ങനെ അത്. പുള്ളി നേരത്തെ തന്നെ സജ്ജീകരണം ഉണ്ടാക്കി വെച്ചിരുന്നു ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം. അല്ല പിന്നെ അത്രയും പെട്ടെന്ന് ആരെങ്കിലും കണ്ടനെയല്ലേ പിന്നീടൊക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതിനകത്ത് ഇറക്കിയായിരുന്നോ തൂങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്? ഇല്ല അത് പോലീസൊക്കെ വന്ന് ഉറപ്പായിരുന്നല്ലേ കണ്ടവർ? ഓ, സമയങ്ങൾ കഴിഞ്ഞപ്പോഴല്ലേ കണ്ടത്. ഫയർഫോഴ്സും ഒക്കെ വന്ന് തീ അണയ്ക്കാറായപ്പോഴാണ് അങ്ങോട്ട് പോയി നോക്കിയപ്പോഴാണ് കണ്ടത്. വീട് പൂർണ്ണമായും കത്തി അകത്തുള്ള ഉപകരണങ്ങളും എല്ലാം മൊത്തം കത്തിപ്പോയി. ഗ്യാസ് കുറ്റി പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഓ, ഗ്യാസ് കുറ്റി ഒരു ഭൂകമ്പം പോയിരുന്നു. നിറക്കുറ്റിയായിരുന്നു. ഇവിടെ നടന്നതെന്ന് പറയുമ്പോൾ ഇത് ആസൂത്രണമായുള്ള പരിപാടിയാണ് നടന്നതെന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ടുള്ള തയ്യാറെടുപ്പിൽ നിന്നാണ് ഞാൻ താമസം വളവുവെച്ചാണ്. എൻ്റെ അളിയനാണ്, സഹോദര ഭർത്താവാണ്. വളവുവെച്ച നമ്മൾ ഈ സംഭവം എൻ്റെ മൂത്ത പെങ്ങളാണ് വിളിച്ചറിയിച്ചത്. ഒരു 2 മണിയായപ്പോൾ നമ്മളിവിടെ ഒരു 3 മണിയായപ്പോൾ ഇവിടെ എത്തി. ഇവിടെ പരിപാടിയെല്ലാം ഇങ്ങനെ ഫയർഫോഴ്സ് വന്നു തീ അണച്ചുകൊണ്ടിരിക്കുന്നു. അതും കണ്ട് അങ്ങനെ പോയി. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇതിൽ വന്നിട്ട് അടുത്ത പരിഹാരത്തിൽ സഹിതം ഇതിൻ്റെ ഇത് പോയി. തീ പടർന്നു പോയി. തന്നെ വിറവെല്ലാം വാരി കൂട്ടി അകത്തിട്ട് അതിനുള്ള പരിപാടിയാണ് നടന്നത്. വിറവുകളെ സഹോദര ഭർത്താവാണ്. ചെയ്യാൻ ഒരു കുടുംബ വിഷയമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മദ്യപാനമാണ് മെയിൻ പ്രശ്നം. മദ്യപിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. വീട് എന്ന് പറയാൻ പുള്ളിയുടെ മനസ്സിലുള്ള ഒരു പക എന്ന് പറയാൻ പുള്ളി വെച്ച വീടാണ്. ഗൾഫിൽ പോയി വെച്ചതാണ്. എൻ്റെ സഹോദരിക്കുള്ളതാണ് ഈ ഭൂമി. അപ്പോൾ ആ വീട് വേണ്ട എന്നുള്ള രീതിയിൽ പോയപ്പോൾ വീട് ഇല്ലാതാക്കിയിട്ട് പോകാന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു. മുന്നറിയിപ്പ് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടെന്ന് പറയുന്നു. ഇവിടെ വന്ന് ഞാൻ പോകുമ്പം വീടും നശിപ്പിച്ചേ പോകുള്ളൂ. മക്കൾ 2 മക്കളുണ്ട്. ഒരു മോൻ പെണ്ണ് കെട്ടി, ഒരുത്തൻ കെട്ടിയില്ല. അങ്ങനെയൊക്കെ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് പകരം നശിപ്പിച്ച് ഞാനുണ്ടാക്കി ഞാനാരും നശിപ്പിച്ചിട്ട് പോകുള്ളൂ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത് പുള്ളി പോവുകയും ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ അവര് ഭാര്യയും ഭർത്താവും അവരിപ്പോൾ ഒരാഴ്ച കൂടുതലാവും. പരസ്പരം മെയിനായിട്ട് ഉപദ്രവം കൊണ്ട്, ദേഹോപദ്രവം കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. അല്ലെ പിന്നെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ഒരാളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചിട്ട് ബന്ധപ്പെടാറുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും. നമ്മളെ വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കും. സഹോദരിയും വിളിച്ച കാര്യങ്ങൾ പറയും. ഞാനൊക്കെയാണ് കുറച്ചാൾ ഇങ്ങനെ ഒരു പ്രശ്നമായപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇളയ സഹോദരിയുടെ വീട്ടിൽ പോയി നിന്നു. ഇങ്ങനെ നിന്ന് ഇപ്പോഴും അവിടെ ആയിരുന്നു കുറച്ച് നാൾ. ദേഹോദ്രവം പേടിച്ചാണ് അങ്ങനെ ഇവിടെ നിന്ന് പോയത്. മക്കളെയൊക്കെ ഇറക്കി വിട്ട് മക്കളെയും ഇവിടെ അങ്ങനെ ഒരു ഇതില്ല. നല്ല മദ്യപാനിയാണ്. മദ്യപിച്ച് വരുമ്പോഴേ കുഴപ്പമില്ല, അല്ലാത്ത ഒരു പ്രശ്നവുമില്ല. ആള് നല്ല ടൈൽ മേഷനാണ്, വേറെ കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്ത് വന്നാൽ ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ ഉള്ള വിഷയം സ്വന്തമായിട്ട് ഉണ്ടാക്കണം, സ്വന്തമായിട്ട് നശിപ്പിക്കുക,
അതാണ് മെയിൻ. കുടുംബാംഗങ്ങളെ മർദ്ദിക്കുകയോ മരുതൊക്കെ ഉണ്ട്. അത് അതിൽ പറഞ്ഞ ജീവൻ പേടിച്ചാണ് സഹോദരി ഇവിടുന്ന് മാറി നിന്നത്. ആ പക കൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തതാണെന്നാണ് നമ്മളുടെ ഒരു കണക്കൂട്ടൽ. ആത്മഹത്യ കുറിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിവിടെ തീ കൊളുത്തി, ഇത് ഇവിടെ ആദ്യം ഇതിനെ ബൈക്കിലാണ് കൊളുത്തിയത്. പെട്രോൾ ടാങ്ക് തുറന്നിട്ട് അതിൽ കൊളുത്തിയിട്ട് അപ്പോൾ സിലിണ്ടർ അതിനകത്ത് കിടക്കണം. അപ്പോൾ അങ്ങ് അറ്റത്ത് പോയി വിറവ് പെട്രോൾ അന്തരം ഒഴിച്ച് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തിച്ചു. അപ്പോൾ ഇത് പടർന്ന് മൊത്തം വന്നൊരു അരമണിക്കൂറിനകത്ത് വെച്ചാണ് ഈ സിലിണ്ടർ പൊട്ടിയത്. ബൈക്ക് പുള്ളിയുടെ ബൈക്ക് തന്നെ CC എന്ന് അടഞ്ഞ് തീർന്നില്ലെന്ന് തോന്നുന്നു. 1.5 വർഷത്തിൻ്റെ പഴക്കേ ഉള്ളൂ. കത്തിച്ച് അപ്പോൾ അത് സഹിതം നശിപ്പിച്ചിട്ടാണ് പോയത്. മൊത്തത്തിൽ ഇതായിട്ട് ഒരു കണക്കൂട്ടൽ ഉണ്ടായിരുന്നു. തീ കത്തണ ഒരു വെട്ടം കണ്ടു. അങ്ങനെയാണ് ഞാൻ ഒരിട്ട് പറഞ്ഞത്, തീ കത്തണ അളവ് എങ്ങനെ കത്തി പിടിച്ചാൽ തോന്നുന്നു. അന്നേന്ന് ഞാൻ കണ്ടില്ല, തീ കത്തണതേ കണ്ടുള്ളൂ. വലിയ സൗണ്ടായിരുന്നു. സൗണ്ട് പിന്നീട് പൊട്ടിത്തെറിച്ച് കേൾക്കാം. ആദ്യം സൗണ്ട് പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. അത് തീയാണ് കാണുന്നത്. തീയാണ് കണ്ടത്. അപ്പോഴത്തേക്കും ഇത് പിന്നെ ഓടിപ്പോയോ നിങ്ങൾ അങ്ങോട്ട്? നമ്മൾ ഓടി അങ്ങോട്ടെല്ലാം അവിടെ പടർന്ന് പിടിക്കുകയായിരുന്നു തീ. മൊത്തത്തില് വലിയ ഭീകരമായ സൗണ്ടും പിന്നെ സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മളിവിടെ നമ്മൾ പൊങ്ങി തെറിച്ചു പോയി. നമ്മൾ 3-4 പേര് ഇങ്ങനെ നിന്നപ്പോ ചുറ്റുപാടുള്ള വീടുകൾക്കെല്ലാം വീടുകൾ മൊത്തം പോയി.